ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ കുറച്ച് മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ, അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു ഗുഡ് ന്യൂസ് കേൾക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ല നീറ്റായി ബ്രഷ് എല്ലാം ചെയ്ത് നീറ്റായതിനു ശേഷം നമ്മുടെ കാൽപാദം നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൽ കലിബാധ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആ നെഗറ്റീവ്സ് പെട്ടെന്ന് തന്നെ കയറുന്നത് അഴുക്ക് കാലുമായിട്ട് നമ്മൾ കിടക്കുകയോ അഴുക്ക് കാലിലൂടെയാണ്. അതായത് നമ്മുടെ ഉപ്പൂറ്റി എന്ന ഭാഗം, അതായത് ആ പാർട്ടുണ്ടല്ലോ ഉപ്പൂറ്റി, അത് അവിടെ വൃത്തിയായിട്ട് തേച്ച് കഴുകണം. തേച്ച് കഴുകി രാത്രിയിൽ നമ്മൾ എപ്പോഴും നീറ്റായിരിക്കാം, പക്ഷേ നമ്മൾ രാത്രി കിടക്കുന്നതിന് മസ്റ്റ് ശ്രദ്ധിക്കണം. നല്ലതായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം അത് തുടച്ചിട്ട് അവിടെ എന്തെങ്കിലും നല്ല ക്രീമൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാൻ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റി ആ ഒരു പാർട്ടിലൂടെയാണ്, ആ കാലിൻ്റെ അടിവശത്തൂടെ ഉള്ള ആ പാർട്ടിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കലി ബാധിക്കുന്നത്. അപ്പോൾ കലി നമ്മളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് വരും. നമുക്ക് ഇപ്പം നമ്മൾ ഗുണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ, അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വരും. നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ നമ്മളതിനെ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ദേഷ്യം, പിന്നെ അതിനെ ചുറ്റിയുള്ള കുറേ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിലൊന്നും പോവാതിരിക്കാൻ, അതായത് ആ വഴിക്ക് അപ്പം നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ചൊല്ലി ഉള്ള വിഷമതകളായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റിലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീറ്റായിട്ട് നമ്മുടെ പാദം വൃത്തിയാക്കുക. എന്നിട്ട് ബെഡിൽ കയറി ഇരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഫസ്റ്റിൽ നമ്മൾ ആഞ്ജനേയ സ്വാമി, അതായത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ആലത്തൂർ ഹനുമാനെ പേടിസ്വപ്നം കാട്ടാതെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ശിവഭഗവാനെയാണ്. ഓം നമഃ ശിവായ. നമുക്ക് ഒക്കുമെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ശിവചൈതന്യത്തെ പറ്റിയും ശിവഭഗവാനെ പറ്റിയും ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതിലെല്ലാം, അതായത് ഈ ലോകമേ ഭഗവാനാണ്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കുക. ഒപ്പം ദേവിയെയും പ്രാർത്ഥിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ജപിക്കുക. ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രവും നിങ്ങൾക്ക് ഒക്കുന്ന ടൈം വരെ, അത് 108 വരെ ജപിക്കുക. അതത്രയൊക്കെ ജപിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഉറക്കത്തിലോട്ട് തന്നെ വഴുതി വീണിട്ടുണ്ടാവണം. അതായത് അതിൽ കയറി കിടന്നിട്ട് ജപിച്ചാലും മതി. അതല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ജപിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഉറക്കത്തിൻ്റെ നെഗറ്റീവ്സുകളും മറ്റ് ചിന്തകളും എല്ലാം ഇട്ടിട്ട് നമുക്ക് ആ ഉറക്കത്തിൻ്റെ മൂഡിലോട്ട് പോകാൻ നമ്മളെ കൊണ്ടുവരും. നമുക്ക് നന്നായി ഉറങ്ങാനും ഒപ്പം തന്നെ നമുക്ക് ഭഗവാന്റെയും കൈകളിൽ കിടന്നുറങ്ങുന്ന ഒരു ഫീല് നമുക്കുണ്ടാവുന്നു. ആ ഫീല് രാവിലെയും ഉണരുമ്പോഴും നമ്മൾ ഭഗവാനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈകൾ 2 കൈയും ചേർത്ത് പിടിച്ച് അതിൽ ദേവിയെ പ്രാർത്ഥിച്ച് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുക. നമുക്ക് സർവ്വദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം രാവിലെ എഴുന്നേൽക്കാൻ. രാത്രി കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി നല്ല ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരികയും നമുക്ക് ജീവിതം നല്ല എൻജോയ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് കൂടുതൽ പണത്തേക്കാളും എല്ലാം മെയിനെന്ന് പറയുന്നത്, കുറേ സമ്പത്തും പണവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഹാപ്പിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റെന്ത് നേടിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പണം കൂട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില വീടുകളിൽ പണം ഇഷ്ടംപോലെ വന്ന് കുമിഞ്ഞു കൂടും. പക്ഷേ വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഒരു സ്ഥലച്ചേർച്ചയില്ലായ്മ,
അല്ലെങ്കിൽ മക്കളെ കൊണ്ടൊരു സമാധാനമില്ലായ്മ, അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോ വിഷമതകളും നമ്മളെ വന്ന് ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മളിതുപോലെ പ്രാർത്ഥിച്ച് വൃത്തിയായിട്ട് പ്രാർത്ഥനയോടെ നമ്മൾ ഉറങ്ങുമ്പോഴും നന്നായി പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, ഉണരുമ്പോഴും നന്നായി പ്രാർത്ഥിച്ചിട്ട് ഉണരുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.